അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നാളെ വലിയ പെരുന്നാളാണ്. ഈദുൽ അദ്ഹയാണ്, ബക്രീദാണ്. ഇങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന ഇസ്ലാമിലെ ഏറ്റവും വലിയ സന്തോഷിക്കാൻ വേണ്ടി, ആഹ്ലാദിക്കാൻ വേണ്ടി അള്ളാഹു നൽകിയ പെരുന്നാൾ, ബലിപെരുന്നാൾ നാളെയാണ്. ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇന്നത്തെ രാത്രിക്കും വളരെ ശ്രേഷ്ഠതയുണ്ട്, വളരെ പവിത്രതയുണ്ട്, വളരെ ബഹുമാനമുണ്ട്. രാപകലുകളുടെ ഓരോ നിമിഷങ്ങളിലും വലിയ പ്രതിഫലമായിട്ടാണ് ഫുഖഹാക്കൾ, മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. പറഞ്ഞതുപോലെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. നാളെ സുബ്ഹി നിസ്കാരം ജമാഅത്തായി കഴിവിന്റെ പരമാവധി നിസ്കരിക്കണം. ശേഷമുള്ള തയ്യാറെടുപ്പ് ഈദുൽ അദ്ഹ നിസ്കരിക്കാൻ വേണ്ടിയുള്ളതാണ്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും തമ്മിലുള്ള വ്യത്യാസം, ഭക്ഷണമെല്ലാം കഴിച്ച് റാഹത്തായി പോകലാണ് ചെറിയ പെരുന്നാളിൽ ഉള്ളതെങ്കിൽ, വലിയ പെരുന്നാളിലുള്ള സുന്നത്ത് ഭക്ഷണം കഴിക്കാതെ പോകണം എന്നതാണ്. ഇതൊക്കെ നാം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഭക്ഷണമായിട്ട് കഴിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഒരു മിഠായി തിന്നതോ അങ്ങനെയുള്ള കാര്യവും അല്ല. ഭക്ഷണം എന്നത് നിസ്കാരം കഴിഞ്ഞിട്ട് പോയി കഴിക്കണം. അപ്പോൾ തന്നെ മനസ്സിലാക്കാം, നിസ്കാരം വളരെ വേഗത്തിലാക്കണം, സമയം ദീർഘമാകാൻ പാടില്ല. കാരണം നിസ്കാര ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ ദിവസത്തിൽ ചെയ്യേണ്ട ഉളഹിയത്ത് നടത്തേണ്ടതുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് ഫ്രഷായി, പറയപ്പെട്ടതുപോലെ സുഗന്ധദ്രവ്യങ്ങളെല്ലാം പുരട്ടി, പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിച്ച്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവരുടെ ത്യാഗോജ്ജലമായ ജീവിതം അയവിറക്കി തക്ബീറുകൾ ചൊല്ലി പള്ളിയിലേക്ക് പോകണം. പള്ളിയിലേക്ക് പോയാൽ അവിടെ പള്ളിയുടെ ബഹുമാനം എന്നുള്ള തഹയ്യത്ത് ഹനഫി മദ്ഹബിൽ അതും പാടില്ല എന്നാണ്. പെട്ടെന്ന് തന്നെ ഈദുൽ അദ്ഹ നിസ്കാരം നിർവഹിക്കണം. അതിനുശേഷം 2 ഖുത്ബ നടക്കണം. അതിനുശേഷം അറവ് നടക്കണം. പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഇനി വലിയ കാര്യമായി ഒന്നും പറയാനില്ല. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉളഹിയത്ത് എന്ന അതിപ്രധാനമായ അമല് നടക്കപ്പെടുകയാണ്. അതിൻ്റെ സമയവും ഇതിൻ്റെ സമയം തന്നെയാണ്. ഈ നിസ്കാരം ഉടനെയാണ്. വയദ്ഖുലു വഖ്തുഹാ ഇദാ ഇർതഫഅത്തി ശംസു കറുംഹി യൗമിൻ നഹർ. പെരുന്നാൾ ദിവസം സൂര്യൻ ഉദിച്ചതിന് ശേഷം ثم مضى قدر ركعتين وخطبتين خفيفتين, ചെറിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കാരം, 2 ചെറിയ രൂപത്തിൽ 2 ഖുത്ബ. ഇത് കഴിഞ്ഞ ഉടനെ ഉളഹിയത്തിന്റെ സമയമായി. ഒരിക്കലും പിന്തിപ്പിക്കുന്നത് ശരിയല്ല. അത് പകലിലായിരിക്കൽ നല്ലതാണ്. രാത്രിയിലും ഉളഹിയത്തറക്കാം. എന്തെങ്കിലും മസ്ലഹത്തിനോ ആവശ്യമുണ്ടായത് കൊണ്ടോ അറവിന്റെ അറക്കപ്പെടുന്ന ഉളഹിയത്തിന്റെ മൃഗം വളരെ കൂടുതലായി, അങ്ങനെ അറവ് നീണ്ടുപോയി, അങ്ങനെ എന്തെങ്കിലും മസ്ലഹത്തിന് വേണ്ടിയല്ലാതെ മനഃപൂർവ്വം രാത്രിയിൽ ഉളഹിയത്തറക്കാൻ പാടില്ല. പകലാണ് വേണ്ടത്. രാത്രിയിൽ കറാഹത്താണ്. ഈ ഒരു അറവ് നമുക്ക് പെരുന്നാളിന്റെ അന്ന് നടത്താം. അയ്യാമുത്ത തശ്രീഖിന്റെ 2ാമത്തെ ദിവസം 1ാമത്തെ ദിവസം നടത്താം, 2ാമത്തെ ദിവസം നടത്താം. ശാഫിഈ മദ്ഹബ് പ്രകാരം 3ാമത്തെ ദിവസവും നടത്താം. പക്ഷേ 3ാമത്തെ ദിവസം നടത്തുന്നത് നല്ലതല്ല എന്ന് അത് വീടുകയില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. അവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് 3ാമത്തെ ദിവസത്തിലേക്ക് പോകാതിരിക്കലാണ് അഫ്ളൽ. അപ്പൊ അങ്ങനെ ഉളഹിയത്ത് അറുക്കപ്പെടുന്ന സമയം ഈ സമയമാണ്. യൗമുൻ നഹറാണ് അഫ്ളൽ വ യൗമുൻ നഹരി അഫ്ളലു. പെരുന്നാൾ ദിവസം അറുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ചിന്തിക്കുന്നത് നല്ലതല്ല. ഇനി
രാത്രിയിൽ അറക്കുന്ന വിഷയം പറഞ്ഞു. അത് മനഃപൂർവ്വം അങ്ങനെ ആക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പകലാണ് ഏറ്റവും അഫ്ളലായ സമയം. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഉളഹിയ്യത്ത് അറുക്കപ്പെടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞു. വയുസന്നു ബിനഫ്സിഹി, സ്വയം അറുക്കലാണ് ഏറ്റവും നല്ലത്. കാരണം അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ്, വലിയ അനുഗ്രഹമാണിത്. അത് അറിയുമെങ്കിൽ അഹലുകാരുടെ സാന്നിധ്യത്തിൽ സ്വന്തം അറുക്കലാണ് സുന്നത്ത്. കാരണം അത് എല്ലാവർക്കും ഒരു സന്തോഷമുണ്ടാകും. കാരണം നമ്മുടെ എല്ലാവരുടെയും നിയ്യത്ത് പ്രകാരമാണല്ലോ നടക്കുന്നത്. എല്ലാവരുടെയും ആഗ്രഹമാണല്ലോ, ഒരു സന്തോഷമായിരിക്കും അവിടെ. അല്ലെങ്കിൽ തന്നെയും ഉളഹിയത്ത് അറുക്കുമ്പോൾ അപാലവൃദ്ധം ജനങ്ങളും ഒരുമിച്ച് കൂടും. കുറെ ജനങ്ങൾ നിസ്കാരം കഴിഞ്ഞ് പോകാതെ അവിടെ ഒരുമിച്ച് കൂടും. അതൊരു സന്തോഷമാണ്. അതുകൊണ്ട് സ്വന്തം അറുക്കുകയോ അതല്ല എങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിക്കുകയോ ചെയ്യണം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അറബിന് ഒരുപാട് മര്യാദകളുണ്ട്. എങ്ങനെയെങ്കിലും പിടിച്ചറുക്കുന്നത് നല്ലതല്ല, ശരിയല്ല. എണ്ണി 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 ഫുഖഹാക്കന്മാര് അത് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അത്തസ്മിയത്തു, ആദ്യം ബിസ്മി ചെല്ലണം. ബിസ്മി ചെല്ലുന്നതിന് മുമ്പ് തക്ബീർ ചെല്ലണം എന്നും പറയുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇങ്ങനെ തക്ബീർ ചൊല്ലി ബിസ്മി ചൊല്ലണമെന്നും, അതല്ല ആദ്യം ബിസ്മി ചൊല്ലണം. ഏതായാലും ഇതെല്ലാം നല്ലത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രണ്ടാമത്തത് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തബറുകം ബിഹിമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ ഇത് നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹുവിന്റെ പേര് പറയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ഫിറ്റ് ചെയ്യണം, അവിടൊക്കെ പറഞ്ഞുകൊള്ളണം. അപ്പൊ ഇവിടെയും അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി എന്ന് സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. പിന്നെ നമുക്കെല്ലാവരും അറിയുന്നത് പോലെ ഈ അറുക്കപ്പെടുന്ന മൃഗത്തെ കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിട്ടാണ്, അഥവാ ഇടത്ത് ഭാഗത്തേക്ക് ബോഡി വരണം, വലത്ത് ഭാഗത്തേക്ക് തല വരണം. കിബിലയ്ക്ക് നേരെ അറുക്കുന്ന ആള് കഴുത്ത് ഭാഗം കിബിലയ്ക്ക് നേരെയാവണം. അങ്ങനെയാണ് അറുക്കേണ്ടത്. എങ്ങനെയെങ്കിലും വലിച്ചു പറിച്ച് ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് തോന്നരുത്. ചില ദാബിഹീങ്ങൾ അറുക്കുന്ന ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കലില്ല. അക്രമി ആയ വ്യക്തിയോട് കാണിക്കുന്ന നിലപാടാണ് ഉളിഹിയത്തറുക്കപ്പെടുന്ന മൃഗത്തിനോട് കാണിക്കുന്നത്. ഞാൻ തന്നെ പലതും കണ്ടിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെ ആവരുത്. ഇത് തഅലീമു മഅല്ലമല്ല, ബഹുമാനമുള്ള വസ്തുവാണ്. അതിനെ വലുതായിട്ട് വേദനിപ്പിക്കരുത്. കിട്ടുന്ന സമയത്ത് എല്ലാ സമയങ്ങളിലും അതിനോട് ബഹുമാനം പുലർത്തിയിട്ട് വേണം അറുക്കാൻ വേണ്ടി കിടത്തുന്നതും അറുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും. ഏതായാലും ബിസ്മി ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഇനി അല്ലാഹു അക്ബറു, അല്ലാഹു അക്ബറു, അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലി, ഉറക്ക തക്ബീർ ചൊല്ലി, അവിടെ കൂടെ നിൽക്കുന്നവരും തക്ബീർ ചൊല്ലണം. തക്ബീർ ചൊല്ലിക്കൊണ്ടറുക്കണം. അറുക്കുന്ന സമയത്ത് ഈ കത്തിക്ക് നല്ല മൂർച്ച വേണം. ചെറിയ മൂർച്ച പോരാ, നല്ല മൂർച്ച വേണം. മൂർച്ച മാത്രം പോരാ, അറക്കുന്ന ആളിന് ആഫിയത്തും ആരോഗ്യം വേണം. ശക്തമായ രീതിയിൽ അമർത്തി വേണം അറക്കാൻ. കാരണം പെട്ടെന്ന് തന്നെ അതിൻ്റെ കണ്ഠനാടിയും അതിൻ്റെ ശ്വാസനാളവും അതിൻ്റെ അന്നനാളവും ഒക്കെ മുറിഞ്ഞ് പെട്ടെന്ന് തന്നെ റൂഹ് പോകാൻ അത് കാരണമാകും. വെച്ചോണ്ടിങ്ങനെ അറുത്തുകൊണ്ടിരിക്കരുത്. ആരോഗ്യമുള്ള ആള് എത്രയും പെട്ടെന്ന് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അമർത്തി വേണം അറുക്കേണ്ടത്. പിന്നെ പ്രത്യേകം ഒരു കാര്യം ഓർപ്പെടുത്താനുള്ളത്, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷെ ആരും ചെയ്യലില്ല. വലത് കാലല്ലാത്ത ബാക്കി രണ്ട് കൈയിനെയും ഒരു കാലിനെയും കെട്ടാം. വലത് കാലിനെ കെട്ടരുത് എന്നാണ്. എന്താ കാരണം? റൂഹ് പോകാൻ, അതിന് പിടയാന്, റൂഹ് പോവുകയാണല്ലോ, ജീവൻ പോവുകയാണല്ലോ, അതിന് പിടയ്ക്കാൻ ഒരു സമയം, ഒരു സന്ദർഭം, ഒരു സാഹചര്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ആപത്തുകളോ
വലിയ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല. അതിനെ ആ ഒരു ഭാഗം അറുക്കുന്ന സമയത്ത് ബാക്കി മൂന്നും കെട്ടി ആ കാലൊന്ന് പിടിച്ച് അറുത്ത ഉടനെ ആ കാലൊന്ന് വിട്ടുകഴിഞ്ഞാൽ ആ കാല് അടിച്ചടിച്ചടിച്ചടിച്ച് പെട്ടെന്ന് റൂഹ് പോകാനും അതിനൊരു ആശ്വാസമേകാനും സാധ്യതയുണ്ട്, ആ കാര്യമുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ അൽഹംദുലില്ലാ വളരെ സന്തോഷകരമാകും, നമുക്കൊരു ആനന്ദമുണ്ടാകും. പിന്നെ വെള്ളം കൊടുക്കുന്ന കാര്യവും അതിനെ കിടത്താൻ പ്രയോഗിക്കുന്ന ആ ഒരു ശൈലിയൊക്കെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. വേണ്ട പോലെ വെള്ളം കൊടുക്കണം. അറുക്കുന്നതിന് മുമ്പ് തന്നെ അതിന് വേണ്ടുന്ന ഭക്ഷണമെല്ലാം കൊടുക്കണം. അതുപോലെ വലിയ രൂപത്തിൽ മൃഗമാണ്, നമ്മുടെ കൈക്ക് നിൽക്കൂല, അതിനെ അറക്കാൻ പോകുന്നതാണ് എന്ന് ഒരുപക്ഷെ അറിയാതിരിക്കാം. പക്ഷെ എങ്കിൽ പോലും കിടത്തുന്ന സമയത്തൊക്കെ ഒരു മാന്യതയും ഒരു മയത്വവും അത്യാവശ്യമാണ്. അക്രമിയോട് കാണിക്കുന്ന രൂപത്തിൽ ഒരു ഇടപെടൽ അവിടെ ചെയ്യാതിരിക്കലാണ് ഏറ്റവും നല്ലത്. അങ്ങനെ അർത്ഥങ്ങോട്ട് കഴിഞ്ഞാൽ അല്ലാഹുമ്മ ഹാദാ മിങ്ക വ ഇലൈക ഫതഖബ്ബൽ മിന്നീ എന്ന് ദ്വാരക്കണം. അത് അറുക്കുന്ന ആള് അയാളെയാണ് മൃഗമെങ്കിൽ അയാൾ അറക്കണം, അല്ലെങ്കിൽ ഏൽപ്പിക്കപ്പെടുന്ന ആള് പറയണം. ഏൽപ്പിക്കുന്ന ആള് പറയുന്ന സമയത്ത് അത് ഷെയർ കൂടിയിട്ടാണെങ്കിൽ 7 പേരുണ്ടാവുമല്ലോ അവിടെ, ആ 7 പേരും കൂടി പറയണം അല്ലാഹുമ്മ ഹാദാ മിങ്ക വ ഇലൈക ഫതഖബ്ബൽ മിന്നീ. അള്ളാഹുവേ, ഈ മൃഗം നിന്നിൽ നിന്നുള്ളതാണ്, നിന്നിലേക്കാണ് ഇതിന്റെ പ്രതിഫലമെല്ലാം മടങ്ങുന്നത്. ഫതഖബ്ബൽ മിന്നീ, അതുകൊണ്ട് എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണേ. ഞാനിത് അറുക്കുന്നു, ഇതിന്റെ മാംസമോ ഇതിന്റെ ബ്ലഡോ ഒന്നും നിനക്ക് എത്തുന്നില്ല, പ്രതിഫലം മാത്രമാണ്. അതുകൊണ്ട് ഈ ഒരു ദുആ ഇറക്കുന്നത് നല്ലതാണ്. ഇനി പണ്ഡിതന്മാര് പറയുന്നു, തഖബ്ബൽ മിന്നി എന്ന് പറഞ്ഞതിന് ശേഷം കമാ തഖബ്ബൽത മിൻ ഇബ്രാഹീമ ഖലീലിക വ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുകൂടി പറയുന്നത് നല്ലതാണ്. അതിനുശേഷം ഒരു ഇബ്രാഹിമി സ്വലാത്തും കൂടി ചെല്ലും കൂടി നല്ലതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ അറവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതാണ്. ഇതൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു തആല വേണ്ടതുപോലെ നാളെ അഫ്ളലായ സമയത്ത് തന്നെ അറുക്കുവാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനെ. അതല്ല അയ്യാമത്തെ ശരീഖിന്റെ 1 അല്ലെ 2 അതിന്റെ ഉള്ളിൽ അറവ് നടത്തി വേണ്ട രൂപത്തിൽ അതൊക്കെ വിതരണം ചെയ്ത് സന്തോഷമേകാൻ ഞങ്ങൾക്കെല്ലാം നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇനി നമുക്ക് പറയേണ്ടത് വിതരണത്തെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്കത് പഠിക്കാം ഇൻഷാ അല്ലാഹ്.